മന്ത്ലി എക്സ്പെൻസ് നിങ്ങൾ എഴുതാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ 30% ആയിരിക്കും നിങ്ങളുടെ എക്സ്പെൻസ്. മുതിർന്നവർക്കായി ഞാൻ എടുത്തിട്ടുള്ള ഫിനാൻസ് റിലേറ്റഡ് ക്ലാസ്സുകളിൽ പരമാവധി ഈ വരവും ചെലവും എഴുതിക്കാറുണ്ട്. അതിന് പ്രകാരമാണ് ഈ 30% കണക്ക് പറഞ്ഞത്. അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ആ ക്ലാസ്സുകൾ ഇരുന്നതിൽ 65% ആൾക്കാർക്കും വരുമാനത്തെക്കാൾ മുകളിലാണ് ചെലവ്. നോർമലി എഴുതി തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന കുറെ എക്സ്പെൻസസ് ഉണ്ട്. കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, ഗ്യാസിന്റെ ബില്ല്. ഇതല്ലാതെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത കുറെ എക്സ്പെൻസ് ഉണ്ട്. ഒരു വർഷം എത്ര കല്യാണം, ഹൗസ് വാമിംഗ് തുടങ്ങിയ ഫംഗ്ഷനുകൾ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്? അതിലൊക്കെ സമ്മാനങ്ങൾ നൽകുന്നുണ്ടാവുമല്ലോ. അതിന് ഒരു വർഷം നൽകുന്ന തുക ഡിവൈഡ് ബൈ 12, അതൊരു മാസത്തെ നിങ്ങളുടെ ചെലവാണ്. പിരിവുകൾ, രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള സംഭാവനകൾ, നിങ്ങൾ അംഗങ്ങളായിട്ടുള്ള സംഘടനകൾ, ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ചാരിറ്റികൾ, റീചാർജ് തുക നമ്മൾ ഉൾപ്പെടുത്തും. എന്നാൽ ഫോണിന്റെ വില ഉൾപ്പെടുത്താറുണ്ടോ? ഈ ഫോണിന് 24,000 രൂപയെങ്കിൽ 2 വർഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മാസം നമുക്ക് 1000 രൂപ ചെലവുണ്ട്. അതുപോലെ TV, വാഷിംഗ് മെഷീൻ, AC തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റ്സിന്റെയും വിലയും അതിന്റെ ആയുസും കാൽക്കുലേറ്റ് ചെയ്ത് മാസം എത്ര രൂപ എക്സ്പെൻസ് ആകും? വെഹിക്കിൾ ഇൻഷുറൻസ്, വാഹന സർവീസ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, പെയിന്റിംഗ്, സ്കൂൾ എക്സ്പെൻസ്, ഹോസ്പിറ്റൽ ആൻഡ് മെഡിസിൻ എക്സ്പെൻസ്, ഗോൾഡ് ലോൺ അടക്കമുള്ളതിന്റെ ഇൻട്രസ്റ്റും EMIs, ബ്യൂട്ടി പാർലറിലും സലൂണിലും കൊടുക്കുന്ന തുക, ചെരുപ്പ്, ബാഗ് തുടങ്ങിയ സാധനങ്ങൾ മേടിക്കുന്ന ട്രിപ്പ്, പുറത്തുനിന്നുള്ള ഫുഡ്, സിനിമ, വൈകിട്ട് എന്താ പരിപാടി ഉള്ളവരുടെ ആ എക്സ്പെൻസ്. മറിഞ്ഞിരിക്കുന്ന ഇത്തരം എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. ശേഷം നിങ്ങളുടെ വരുമാനം ചെലവും ഒന്ന് തട്ടിച്ചു നോക്കിക്കോ. ഒരു പരിധിയിലേറെ നമുക്കിനി ചെലവ് ചുരുക്കുവാനായിട്ട് സാധിക്കത്തില്ല. പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും വരുമാനം കൂട്ടുകയും എന്നുള്ളതാണ് പരിഹാരം. അതെങ്ങനെയെന്നുള്ളത് വരും വീഡിയോസിൽ പങ്കുവെക്കാം. ഇൻസ്പയർ വിത്ത് അനീഷ് മോഹൻ.